ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അയ്യോ എനിക്ക് ആദ്യം തന്നെ ചെറിയ വരിക കേട്ടോ. കാരണം കുറേ ദിവസമായാലും വോയിസ് കൊടുത്തിട്ട് അപ്പോൾ എങ്ങനെ പറയുക എന്താ പറയണമെന്ന് പിടുത്തം കിട്ടണില്ല കേട്ടോ. എന്തായാലും നമ്മൾ ക്ഷമിക്കുക, ഇങ്ങനെ ശരിയാക്കി വരണ്ട കേട്ടോ. അപ്പോൾ കുറേ ദിവസം എന്നല്ല, മാസങ്ങൾ, ഒരു കൊല്ലത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുണ്ടോ വീഡിയോസ് ഇട്ടിട്ട്. പ്രഗ്നൻ്റായി, പിന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ്, പിന്നെ അതിൻ്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതൊന്ന് ഫ്രീ ആയി എന്ന് പറയാൻ പറ്റില്ല, 90 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പതുക്കെ നമുക്ക് വീഡിയോസ് ഇങ്ങനെ ഇട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങാമെന്ന് ഇങ്ങനെ കരുതി. അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങളാട്ടോ ഇന്ന്. ആദ്യത്തെ പോലെ നമ്മളൊരു കൃത്രിമത്തിൽ വീഡിയോ എടുത്ത് പോകുമല്ലോ, അതെന്തായാലും ഇപ്പം നടക്കൂല കേട്ടോ. ഒന്ന് വീഡിയോസ് എടുക്കും, പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടീൻ്റെ അടുത്തേക്ക് പോകും, അങ്ങനെ ആയിട്ട് നമ്മൾ വീഡിയോസുകളും കൂടി പൂർത്തിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ വൈകുന്നേരം ആയപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങൾ അവിടുന്ന് അങ്ങോട്ട് എടുക്കാമെന്ന് കരുതി കേട്ടോ ഞാൻ. അപ്പോൾ അതാ പാല് തിളപ്പിച്ചിട്ട് ചോക്കോസ് വാങ്ങിയിരുന്നു കേട്ടോ. അപ്പം ഞാനിതാ കുട്ടികൾക്ക് അത് ഇതാക്കി കൊടുക്കണം. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് എനിക്കും വലിയൊരു പിടുത്തമല്ല കേട്ടോ. ഞാൻ കുറച്ച് പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചാര ഇട്ട് ഇങ്ങനെ ആറ്റി ഇളക്കിയിട്ട്, പിന്നെ ആ സാധനം ഉണ്ടല്ലോ ചോക്കോസ്, അതേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഞാനത് ചെയ്തത്. ആദ്യമൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇതിങ്ങനെ ടി വിയിൽ കാണുമ്പോൾ പഠിച്ചോനെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഇത് എപ്പോഴാണ് ഇതൊക്കെ ഞാനൊക്കെ തിന്നുക അങ്ങനെയൊക്കെ കരുതിയിരുന്നു. പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത് തൊള്ളയിൽ വെച്ച് 5 പൈസയ്ക്ക് ഇല്ലാത്ത സാധനങ്ങളാണ് എന്ന്. അപ്പോൾ എൻ്റെ നിഫമോളും എപ്പോഴും പറയും കേട്ടോ, ഇതിൻ്റെ കൂട്ടം കണ്ടോ, എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയും 5 പൈസക്ക് അതില്ലയെന്ന്. വലിയ കാര്യത്തിൽ ഞാനത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടോ. പിന്നെ അത് എന്താ വെച്ചത് ഇങ്ങനെ ഫോണിൽ കാണുന്ന മാതിരിയൊന്നും അല്ലല്ലോ പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞു, ഫോണിൽ കാണുന്ന പോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും കരുതിയിട്ട് സാധനങ്ങൾ തിന്നാൽ അത് നാവിൻ്റെ തുമ്പത്തേക്ക് രസം ഉണ്ടാവില്ല പറഞ്ഞോ. എന്നിട്ട് കുടിച്ച സാധനം അവർ ഇങ്ങോട്ട് തന്നെ കൊടുന്നു തരാണേ. എന്നിട്ട് പിന്നെ ബാക്കി പാലിൽ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഏലക്കായൊക്കെ ഇട്ട് ചായ കുടിക്കാൻ തന്നെ പ്രത്യേകിച്ചൊരു രസമാണ് കേട്ടോ. പക്ഷെ എന്താ ചോദിച്ചാൽ അതുകൊണ്ട് ആസ്വദിച്ച് കുടിക്കാൻ പറ്റൂല ആദ്യത്തെ പോലെ. വേഗം ഇറക്കി അങ്ങനെ വിടണം. ഞാൻ എൻ്റെ ആദ്യം എങ്ങനെയാണെന്നറിയോ, ഞാനൊന്നുമില്ലെങ്കിൽ ചോറ് കഴിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പണിക്ക് ഇരുന്നാൽ ഓനപ്പം നീക്കൂട്ടോ. ഇപ്പോഴത്തെ പരിപാടി എന്തിനെങ്കിലും ഒരു കാര്യത്തേക്ക് നിന്നാൽ ഓൻ നീച്ചിട്ടുണ്ടാകും. പിന്നെ ഞാൻ ഓനൊന്ന് ആട്ടി പതുക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേന് പിന്നെ 1-2 പണിയെടുക്കുമ്പോഴത്തേന് പിന്നെയോ നീച്ചിട്ടുണ്ടാവും കേട്ടോ. അതിപ്പം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ഇപ്പോൾ കുട്ടികളായിട്ട് എന്താ ഞാൻ പറയുക, അപ്പോൾ പറയാനും പറ്റില്ലല്ലോ. കുട്ടികളായിട്ട് പരിപാലിക്കണവർക്ക് ഇപ്പോൾ അതൊക്കെ അറിയാമല്ലോ അല്ലേ. അങ്ങനെ ഞാൻ ഓനൊക്കെ ഉറക്കി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മടക്കി വെച്ചു. അപ്പോൾ ഉച്ചക്ക് ചിക്കൻ മസാല ഇട്ട് വെച്ചതാട്ടോ. നോക്കുമ്പോൾ അതിൽ എരിവില്ല, എരിവ് കമ്മിയാണ്. പിന്നെ കുറച്ച് ഉപ്പിൻ്റെയും കുറവുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്നും കൂടി ഇട്ടിട്ട് പൊരിക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ വൈകുന്നേരമായിട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ എത്ര വട്ടം വീഡിയോസ് ഇങ്ങനെ ഓഫ് ചെയ്ത് പിന്നെ ഞാൻ ഓൻ്റെ അടുത്തേക്ക് പോകും. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു ലെവലിലേക്ക് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിലത്തെ കളികൾ ഞങ്ങൾക്ക് ഒരു ദിവസം ഞാൻ വീഡിയോ എടുത്ത് കാട്ടിത്തരണ്ട് കേട്ടോ. എത്രമാത്രം എഫേർട്ട് എന്നറിയോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി കറിയായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ താൽക്കാലിക തട്ടിക്കൂട്ട് ഉണ്ടാക്കാതെ കരുതി. അപ്പോൾ ചിക്കൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൈരിക്ക് നമ്മൾ ചെറിയുള്ളി ഉണ്ടല്ലോ, അതിങ്ങനെ ചെറുതാക്കി റൗണ്ടിൽ അരിഞ്ഞിട്ട്, ചീനമുളക് കേട്ടോ എനിക്ക് മെയിനായിട്ട് വേണ്ടത്. ഞാൻ എനിഫമോൾക്ക് തൈര് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഓള് കൂട്ടുമല്ലോ എന്ന് കരുതിയിട്ട് 2 ചീനമുളക് മാത്രമേ ഞാൻ ചതച്ചിട്ടുള്ളൂ. മെയിനായിട്ട് ആ തൈരിൻ്റെ രസം വരുന്ന ചീനമുളകിൻ്റെ നല്ല എരിവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതങ്ങനെ ആക്കി ഉപ്പിട്ട് ഇളക്കിയിട്ട് മാറ്റി വെച്ചു. പിന്നെ ഇന്നത്തെ കുറച്ച് പരിപ്പ് കറിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും തിളപ്പിച്ച് താൽക്കാലിക തട്ടിക്കൂട്ട് ഇങ്ങനെയൊക്കെയാണ് പോകാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ അതും തിളപ്പിച്ചു. പിന്നെ ചിക്കന് ഞാൻ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ പൊരിച്ചെടുത്തു കേട്ടോ. പിന്നെ എല്ലാതും കഴിഞ്ഞു, വീതനൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടോ. ഞാൻ ചെറിയ ക്ലിപ്പുകൾ മാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ നല്ല പോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. പിന്നെ വൈകുന്നേരം ഇത് ഷാബാൻ കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പാട്ടോ. അങ്ങനെ ഓർക്കുണ്ടാക്കും ചോറ് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.